നേരെ പോലക്കുമ്പോ തന്നെ എപ്പോഴും നിന്റെ ചാന്തി കണ്ടിട്ട് വേണം എവിടെ ഒന്ന് പോകുവാന്. ഈശ്വര, ഇന്നത്തെ ദിവസം ഇനി കുരുത്തം പിടിക്കില്ല. ഓഹോ, രണ്ടോ മൂന്നോ മണി കാണുമ്പോഴേക്ക് തേനും പോവില്ലല്ലോ. കേക്കണ്ട നിന്റെ പത്രാസ് കേക്ക്. എനിക്കിത് വേണം. എന്റെ തല പൊട്ടിത്തെറിച്ച മതിയായിരുന്നു. അമ്മേ, കാപ്പിക്ക് വെള്ളം വെച്ചിരുന്നു. എത്ര അടി വെള്ളം? നീ ഒന്ന് ചേരു പോലെ പറഞ്ഞു ഇവിടെ ബുദ്ധി ബോധമില്ലാത്ത മൊത്തത്തെയാണ്. അതിൽ തന്നെ ആ മാപ്പിളേന്റെ വീടില് തീ പിടിച്ച വിലയാണ്. അവിടേക്ക് മറ്റേ കുഴപ്പമൊന്നും കേട്ടോളി, നിങ്ങളെ തേനെ കണ്ടാല് തിന്നാണ്ട് കുടിക്കാനും ചത്തോണ്ട് പോകുന്നു. നീ എന്നോട് വലിയ പത്രാശക്കാരൻ. നീ ആ മാത്രം പോയി വിളിച്ചോണ്ട് മക അയ്യേടാ, ആരെ അച്ഛ ചാറ പിടിപ്പാൻ തുടങ്ങിയ ആ മുട്ടത്തി എത്ര ആരും വെള്ളമൊക്കെ തള്ളിക്കുന്നതോ വെറുതെ അല്ല. എന്ത് കൊണ്ടിട്ടാലും കാണാത്ത നിങ്ങൾ എന്നെ ചാപ്പിക്കുമ്പോൾ അവളെയും കൂടി ഇങ്ങനെ ചാപ്പിക്കാതെ. പണ്ടത്തെ മക്കൂട്ടം പോലെയല്ലോ ഇപ്പത്തെ ഈ മക്കളൊക്കെ. നിങ്ങളുടെ പത്രത തീരും. അച്ഛ, എന്ത് പണിയെടുക്കണം? നിങ്ങ അമ്മയും മകനും കൂടി എന്തോ കൊണ്ടാടി കിടത്തി. നേരം വെളുക്കാൻ അറിയില്ല. ഇങ്ങനെ നിൽക്കുന്ന എന്താക്കും? ഇപ്പോഴായിട്ട് തോന്നുന്നു പെണ്ണും വേണ്ടായിരുന്നു മണ്ണും വേണ്ടായിരുന്നു. ഞാൻ കഴിയുന്ന പോലെ ഒരു ദൂരം എടുത്ത് പഠിച്ചാൽ മതി. എന്നാൽ എനിക്ക് ഈ ചാവയൊന്നും കേൾക്കണ്ടല്ലോ. അച്ഛന്റെ കാര്യം നോക്കണ്ട. അത് എത്ര കാലമോ എന്തോ മണ്ണ് കടിക്കുമ്പോ കടിക്കട്ടെ. ഓഹോ, എനിക്ക് ഇത് തന്നെ വേണം. ഞാൻ കുറെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. പണ്ടത്തെ വളഞ്ചൊല്ലി പറഞ്ഞ പോലെ മരം കെട്ട തീ കത്തിക്ക, തടി കെട്ട കൊലം കെട്ടും. അമ്മേ, ഞാൻ പഠിക്കാതെ നോക്കാം. തനിക്ക് പോയിട്ട് പറ്റേ വന്നിട്ട് തന്നെ കയറിയിട്ടാൽ മതി. മറ്റുള്ള കാര്യമുണ്ട്. വന്നാ വന്നു. ഈ ബുദ്ധിമുട്ട് എന്തെങ്കിലും അതിനറിയണം. അതിനെ കൂടെ തിന്നണം, ഉറങ്ങണം. ഓഹോ, ഈ മാരിയൊക്കെ ഉണ്ടാക്കി കൂട്ടിയത് നീ നിന്റെ അപ്പനും കൂടിയല്ലേ? നീ കാര്യം വന്നപ്പോ ഒരു കഷ്ണം മുണ്ടും ഒരു കുമ്പളത്താലിയല്ലേ കൊണ്ടുവന്ന തലകെട്ട. നിന്റെ പത്രാസ് കേട്ടാലും മതിയാവള. അതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയല്ലോ. നല്ലോ നയിച്ച ചിപ്പിടമാവ് എന്നെ ചോദിച്ചു വന്നതായി. എന്റെ തലപ്പുരാതന് മാത്രം ഞാൻ ചെക്കലേന്റെ കൂടെ ഇറങ്ങി വന്നത്. ഇപ്പോഴും പാവ ചിപ്പിടമാവ് നല്ല തണ്ടും നടിയും പോലെ നടക്കുന്നു. പാവം നടന്നോട്ടെ. ഞാന് തിന്നാണ്ട് കുടിക്കാണ്ടും നിന്നെ തിരിച്ചിട്ട് ഇപ്പോഴും എനിക്ക് ചിപ്പിളിനോട് തന്നെ വേണം. എനിക്ക് അത് എന്നെ കിട്ടുമ്പോൾ പറയാം. അമ്മേ, വെള്ളം തളച്ചിരുന്നു. അരി എത്ര ഇടുന്നു? ഒരു 8 പണിക്കാരുണ്ടല്ലോ, നോക്കിയിടണം. എന്നാ പറഞ്ഞ ഒരു ഒട്ടി അങ്ങ് കൊത്തിവിടും. ആദ്യം മണ്ണ് കടിക്കട്ടെ. എത്ര കാലമോ എന്താ കറിക്ക് എന്താക്കും അമ്മേ? വീട്ടിലല്ലേ വേണ്ടിയ ഭൂതം കിടക്കുന്നു. ഇന്നൊക്കെ അത് നിർത്താൻ പോരാ. മുതലാളി കൂട്ടി കൂട്ടി നീര് പിടിച്ചിട്ടുണ്ട്. നീ പാടി ഒരു വറവിട്ടോട്. അങ്ങനെയെങ്കിലും ലേശ വായിക്ക് ചായ കുടിക്കട്ടെ. കഴിഞ്ഞ കൊല്ലം പിയ്യാന്ന് 2 ഭൂതമള്ളി ഉണ്ടായിരുന്നു. കാഴ്ച തള്ളിവിട്ട് കണ്ടോണ്ട് കുറെ തിന്നു, കുറെ അവനിങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു. അതിനെ വേണ്ടിയിട്ട് ഈ കുറി അരിച്ച് മൂടി വന്നു. നോക്ക്, അങ്ങോട്ട് തിപ്പേമ്മ വന്നിട്ട് പറഞ്ഞു, നിനക്ക് കുറി കറക്കി പാടാതെ വേണ്ട. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴേക്ക് നോക്കും, ഇടിയോ ഇല്ല, വള്ളിയോ ഇല്ല, ഒന്നുമില്ല. ഒക്കെ കെട്ടോണ്ടേ പോയി. അത്രക്കുണ്ട് അതിന്റെ കണ്ണ്. ഇതാണ് പട്ടുള്ളോ പറയുന്നത്, കണ്ണ് കരിങ്കല്ലുടയ്ക്കുമെന്ന്. അക്കരെ നീ എന്തിനിങ്ങനെ ചാപ്പിക്കുന്നത്? ഇക്കൊരു വേണ്ടിയ മഴയല്ലേ പെയ്ത് തള്ളിയത്. വേഗം പറയൂ അമ്മേ, എനിക്ക് തിരുമ്പാൻ പോണോ? തിരുമ്പാൻ
ഒരുപാട് കിടക്കുന്നു. അച്ഛന്റെ ഏട്ടന്റെ കുപ്പായത്തിന് കുറച്ച് സോപ്പ് തരുവി, എനിക്ക് കുളിപ്പാനും വേണം. എന്റെ കുപ്പായ ചാരത്തിട്ടോടി. നല്ലൊരു വെളുക്കുന്ന ചാരം കിടക്കുന്ന അടുപ്പില് എമ്പാടും ഇപ്പല്ല വലിയ പവറും പത്രാസം വന്നത്. എനിക്ക് കേക്കണ്ട. എന്നാ നീ കുറച്ച് ഉപ്പും ചീനിക്കപ്പൊടി എടുത്തോ. അച്ഛന്റെ കുപ്പയൊക്കെ അത്ര തന്നെ കൊടുത്താൽ മതി. അതെവിടേക്ക് പോവാന്? അത് ഈ വീടുമായി ഈ കസേരയായി കുത്തിരിക്കല് തന്നെ. വേറെന്താ പറയാ? ഓഹോ, ഞാൻ കണ്ടു വേണേ നിന്നെ മുട്ട പുലക്കുമ്പോ പോയതല്ലേ. നേരെ ഉച്ചയാവാനായി. നീയാണോ ഈ മുട്ട എളുപ്പം കൊടുക്കുന്നത്? എന്റെ കണ്ണെന്ന് അറിയട്ടെ. നീ പഠിക്കും വേണേ. കാക്കയായി വന്നിട്ടേയും കാണും ഞാന്. ചാകര ചെറിയിലൊക്കെ അവിടെ ഇരിക്കട്ടെ. നാളെ പുണ്ടിക മരുത്ത ചാണ്ടിമാവന്റെ മകന്റെ കുട്ടീന്റെ അച്ഛനും വന്ന് വിളിച്ചിരിക്കുന്നു. എപ്പോഴും നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് പോകാന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും ചപ്പടി പറഞ്ഞാൽ എന്നെ നിങ്ങൾ തോന്നിക്കരുതല്ലേ. ഇക്കുറി നിങ്ങളെ കൊണ്ട് ഈ നാളെ പുണ്ടിക മയിലേക്ക് പോകും. എന്നെ നീക്ക് കണ്ണെടുത്ത കണ്ടൂടാ. എന്നാലോ ഒക്കത്തിന് ഞാൻ തന്നെ വേണം. അത്രയ്ക്കുണ്ട് നിന്റെ വിഷയം. പിറ്റേരെ ചേറ്റിയാരെ. ഓഹോ, നമ്മളെ പോക്കരല്ലാതെ വന്ന്. ഓഹോ, പോക്കൻ എന്നാല് എന്നോട് പോത്തുമക്കളുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. കൊടുക്കല്ല വേണേ. നിങ്ങൾ നോക്കി കണ്ടൊക്കെ കൊടുപ്പി. എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? ഉമ്മയും പാപ്പയും മരിക്കോളം നിങ്ങളെ കാര്യം പറയപ്പോൾ പള്ള നിറച്ച് തിന്നായും കുടിക്കളെ നിങ്ങളെ പോരൊരു ഭരണം ചിറ്റാര മറക്കൂല. നിങ്ങളെ ബാപ്പ പണ്ട് വെളിച്ചെണ്ണ കൊണ്ടു നിങ്ങളെ പോരയില് എത്ര ജീരാസാരിയും നെയ്യും കൊണ്ടുപോയിക്കണമെന്ന് അറിയോ? ആ ഒരു കാലം അതൊന്നും നമ്മള് മരിച്ചാലും മറക്കൂല. എന്താ ചെറ്റാരെ അല്ല ചെറ്റാരെ? നിങ്ങളെ മോനെ കണ്ടിട്ട് കുറെ ആയിക്കണല്ലോ. ഓനെവിടെ? ഓരൊക്കെ നല്ല ഉസാറല്ലേ? ഉസാറൊക്കെ കണക്ക് തന്നെ. കരയിലിട്ട മുളയ്ക്കുമില്ല, വെള്ളത്തിലിട്ട ചെയ്യൂല. നിന്റെ മക്കൾക്ക് കിട്ടോ ഒക്കെ എന്താക്കുന്നു? ചെട്ടാരെ, നമ്മൾ ആദ്യത്തെ കുടിയില് ഫാത്തിമാന്റെയില് 7 നബീസാന്റെയില് 5 6 ഉണ്ട്. ഓളെ കൊറന്നപ്പോ തന്നെ അതിന് 2 ഉണ്ടല്ലോ. അതിൽ ചെറിയവനാണ് മീനും കൊണ്ട് നടക്കണേ. പിന്നെ അളവുകാരൻ ഐദൂസ് നിങ്ങൾ അറിയില്ലേ? ഓനാണ് നമ്മുടെ രണ്ടാമത്തെ. രണ്ടാമത് അക്കരെ പോയിക്കണേ. ബാക്കിയുള്ളത് പൊരയിലും ഉണ്ട്. ഫാത്തിമക്കാണേല് നടക്കാനും വയ്യ, നബീസ കാണേല് എണിച്ചാനും വയ്യ. പടത്തോന്റെ ഇങ്ങനെയൊക്കെ കുരുത്തം കൊണ്ട് നമ്മൾ ഈ ദുനിയാവിലെങ്ങനെ നടക്കുന്നു. ഇതിപ്പോ വെയിച്ചിട്ടൊന്നല്ല ചെറ്റാരെ. പിന്നെ ഇപ്പൊ കുട്ടികളെ പോറ്റാൻ ഒരു ഏർപ്പാട്. എന്നാ പിന്നെ ഞമ്മക്ക് വന്ന കാര്യത്തിൽ കടക്കുക. ഞമ്മളിപ്പോ പോത്തുമുട്ടിക്ക് നിങ്ങൾക്ക് എന്താ തരണ്ടി? നിങ്ങൾ അതിന്റെ മാറ്റം പോയാൽ പറയും. അതിന് നീ ഒരു 70-80 ഉറുപ്പ തന്നാളെ. നീക്ക് നഷ്ടം വേണ്ട, ഏക്ക് നഷ്ടം വേണ്ട. കേട്ടോ? എന്നാ പിന്നെ പോത്തുമക്കളെ കൊടുത്തുവിട്ട വേണം. കൊണ്ടുപോകുന്നതൊക്കെ നല്ലത് തന്നെ. നിങ്ങൾക്ക് ആരും നന്നായിട്ട് കൊടുത്തോണ്ട. അത്രയേ ഉള്ളൂ നിങ്ങളെ ബുദ്ധി. ആ, നിങ്ങൾ ആരെപ്പോഴെന്ന് എനിക്ക് തന്നാണേ. ഒരു പറ്റ പറ്റിക്കിളിയേറ്റാരെ ഒരേ ഒറ്റപ്പാട് കാരണം നമ്മളാ കാര്യം മറന്നിക്കണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ എന്റെ പടച്ചോനെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ചെട്ടിയാരെ. അതിനിപ്പോ ഒരു പണിയുണ്ട്. നീ കോടപ്പ ഇവിടെ വെച്ചോളിക്കുന്നത്. ഞങ്ങളെ 4ാമത്തോനെ ശുക്കൂർ കഴിഞ്ഞ വരവിന് അക്കരെ ഓന്റെ അറിവിൽ കൊടുത്തതാക്കുന്നത്. അതൊന്നും ആർക്കും കൈവിട്ട് കൊടുക്കൂല. ഓന്റെ സ്വഭാവത്തിന്റെ കോണം കൊണ്ട് കിട്ടിപ്പോയതാ. എന്നാ കോട അപ്പോലേക്ക് നല്ലോണം പാത്ത് വെച്ചോടി. എന്നാ ചെട്ടിയാരെ പൊത്തുമുട്ടുകളെ ഞാനിപ്പാണ്ട് കൊണ്ടുപോവുക. നാളെ കായം കൊണ്ട് വരുമ്പോഴേ കോട നമ്മൾ എടുത്തോളാം. എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ് എന്റെ ചെട്ടിയാരെ. ഈ മാപ്പിള മട്ടം എവിടെ പോയിക്കുന്നോ കാണുന്നില്ല. കണ്ട ഉച്ച കഴിഞ്ഞ് വരും തോന്നും. എന്നാ പിന്നെ അച്ചാരത്തിന് പോയിട്ട് വരാം.
എന്റെ ഒറ്റ മുണ്ടൊന്ന് എടുത്തോ, കൊടയും കയ്യിൽ പിടിച്ചോ. അച്ചാരത്തിന് പോകുമ്പോ ഒരു പത്രാസം ആയിക്കോട്ടെ. നോക്കണ കണ്ടുപിടി ആ മാപ്പിള നമ്മളെ നല്ല തോൽപ്പിക്കലാണ് തോൽപ്പിച്ചോണ്ടത്. ശീല പോയാലെന്ത്, കമ്പിക്കാരെങ്കിലും ഉണ്ടല്ലോ. ഇതെങ്കിലും കിട്ടിയത് തന്നെ കുരുത്തൊന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കാരണവരുടെ ഇളയ മകന്റെ വീട്ടിലെ ഒരു സന്ധ്യാനേരം. മോളെ പൊന്നു, വിളക്ക് കത്തിക്കാൻ നേരായി. ഇപ്പൊ എന്താകുന്നു? ഞാൻ ഓൺലൈൻ ക്ലാസ് കാണാം. എന്താ വിളക്ക് കത്തിക്കാത്തത്? വൈകുന്നേരം ആയില്ലേ മോളെ? എന്താ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ചേച്ചിയുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞതമ്മ. അവൾ റീൽസ് കാണാം. മതി മതി, നാമം ജപിക്കേണ്ട സമയത്ത് ഫോണ് കണ്ടിരിക്കാം. പോയി വിളക്ക് കത്തിക്ക് പെണ്ണേ. ദീപം 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 ദീപം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. നരകത്തിൽ നിന്നും കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവനെ കാണാകും ശിവശംഭോ. അച്ഛ, പേന വാങ്ങിയോ? വാങ്ങിയിട്ടുണ്ട് മോളെ. എന്നാ ഈ കവർ അമ്മയ്ക്ക് കൊടുക്ക്. അല്ല, നിങ്ങൾ പഞ്ചസാര വാങ്ങിയില്ലേ? ഞാൻ ആദ്യം പറഞ്ഞ സാധനം അതാണ്. അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. നാളെ രാവിലെ ചില മക്കൾ മധുരമില്ലാത്ത ചായ കുടിച്ചോളൂ. കുടിക്കില്ല അമ്മ. പൊന്നു, നീ എന്താ മെസ്സേജിന് റിപ്ലൈ തരാത്തത്? അമ്മ അടുത്തുണ്ടിപ്പോ, വിളിക്കല്ലേ? ഏത് സമയത്തും ഫോണിൽ കളി തന്നെ. ഞാൻ അത് എടുത്ത് എവിടേക്കെങ്കിലും വലിച്ചത്. ഏട്ടാ, വാ കയറി ഇരിക്കും. ജോലിക്ക് പോയോ? ഇല്ല, ഇന്ന് ലീവാ. അവന്റെ കാര്യം ഓർക്കുമ്പോ വല്ലാത്തൊരു സങ്കടം. എനിക്കും ഇവിടെ ഒരു സമാധാനവും ഇല്ല ഏട്ടാ. അവളുടെ ഇഷ്ടത്തിന് നടത്തി കൊടുത്ത കല്യാണമായിരുന്നു. പക്ഷെ വിധി അവളുടെ ജീവിതം ആകെ മാറ്റിമറിച്ചു. ഇപ്പോഴത്തെ ചെക്കന്മാരുടെ സ്വഭാവം ഏത് സമയത്താ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. അവളുടെ ചെറിയമ്മയുടെ വീട്ടിൽ പോയതായിരുന്നു. അവിടെ നിന്നാണ് അവനെ കണ്ടത്. പിന്നെ ഫോൺ വിളിയായി, ഇഷ്ടമായി. ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി. അല്ല, മോളും അവനും തമ്മിലുള്ള പ്രശ്നം എന്തായി? നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയാൽ അളിയാ. നമുക്ക് പോയി കേസ് കൊടുത്തിട്ട് വരാം.
നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നിന്റെ സാഗരീചികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നിന്റെ സാഗരീചികൾ മുൻപിലേക്കൊരു ചെമ്പു തന്നു പുഷ്യരാജപരീചികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നിന്റെ സാഗരീചികൾ. ഹലോ ശ്രുതി, പറയ്, എന്തൊക്കെയുണ്ട് വിശേഷം? എടി പൊന്നു, നിന്റെ അബിയില്ലേ വേറെ ഒരു പെണ്ണ് കാണാമോ എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു. ആദ്യം എനിക്ക് വിശ്വാസമായില്ല, പിന്നെ ഫോട്ടോ കണ്ടപ്പോഴാണ് വിശ്വാസം വന്നത്. എടാ, നീ എന്നാലും എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അതെ, നീ എന്ത് വിചാരിച്ചേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനാണ് മങ്ങിപ്പോയെന്നോ? അതെ, ഒന്നുമില്ല ചന്ദ്ര, വാ നമുക്ക് നോക്കാം. മോളെ, പൊന്നു എന്താ നീ കരയുന്നത്? എനിക്ക് ഇവനെ അറിയാലോ, ഇവനാ രവീന്റെ മോനല്ലേ. നിനക്ക് എന്താണ് അവിടെ കാര്യം? ഒന്ന് വിളിച്ചിട്ട് വന്നതാ. അച്ഛാ, ഞാൻ ഇവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. മോളെ, എന്നിട്ട് ഞാൻ പറയാ, ഞാൻ ഇവിടെ ചതിക്കുകയായിരുന്നു. എനിക്ക് പൊന്നിനോടും അനുവിനോടും ഒരു പ്രതികാരം ഉണ്ടായിരുന്നു. എന്താ ഇവർ ചെയ്ത തെറ്റ്? പറ. എൻ്റെ അച്ഛനമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളാണ്, ഞാനും അനിയത്തിയും. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അവളിലായിരുന്നു. ചെറുപ്പം മുതലേ അവൾക്കൊരു IAS ആകാനായിരുന്നു ആഗ്രഹം. +2-ന് അനിയത്തിയും പൊന്നും അനുവും ഒരുമിച്ചാണ് പഠിച്ചത്. അനിയത്തി പഠിക്കാൻ വളരെ മിടുക്കിയായതുകൊണ്ട് ടീച്ചർമാർക്കും കുട്ടികൾക്കും വലിയ കാര്യമായിരുന്നു. അവൾ സ്കൂളിലെ ഒരു സ്റ്റാറായിരുന്നു. അവളോട് അസൂയ കൊണ്ട് ഇവർ ഒരു ദിവസം ടൂർ പോകാൻ കൊണ്ടുവന്ന പൈസ എൻ്റെ അനിയത്തിയുടെ ബാഗിൽ വെക്കുന്നു. എന്നിട്ട് പൈസ കാണുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവർ അവളെ കളിയാക്കി. അതോടെ അവൾ മാനസികമായി തളർന്നു. ഒറ്റ മുറിയിലിരുന്ന് ഒരു പ്രാന്തിയെ പോലെ അവൾ പെരുമാറി. അച്ഛനും അമ്മയും സങ്കടം സഹിക്കാനാകാതെ മാസങ്ങളോളം വെന്തുരുകി. ഇതിനെല്ലാം കാരണം ഇവർ 2 പേരുമാണെന്ന് അറിഞ്ഞന്നു മുതൽ എൻ്റെ കുടുംബം തകർത്ത പോലെ നിങ്ങളുടെ കുടുംബവും തകർക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എൻ്റെ ഫ്രണ്ട് രതീഷിനെ കൊണ്ട് ഞാൻ അനുവിനെ കെട്ടിച്ചു. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലെല്ലാം പൊന്നു തെറ്റിച്ചു. നീ 2 കുടുംബങ്ങൾ തകർത്താൽ നിന്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുമോ? ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ്. അച്ഛാ, ഞങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന്. അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്. മോനെ, എല്ലാവർക്കും അവരവരുടെ കുടുംബമാണ് വലുത്. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക എന്നത്. എന്നിട്ടിപ്പോ എന്തു നേടി നീ? എനിക്കും തെറ്റുപറ്റിപ്പോയി. അച്ഛനോട് പൊറുക്കണം. അല്ലയാ, നമുക്കൊന്ന് അബിയുടെ വീട്ടിൽ പോയിട്ട് വരാം.
കുയിലിൻ പാട്ടിന്നു കാതിൽ കേട്ടും നിരന്തത് ഒന്നുയരാടുന്നുള്ളേ പോയ ഒന്നോണ നാളും നാടൊത്തും അബി, നമുക്കിവളെ നല്ല ഒരു ഡോക്ടറെ കാണിക്കണം. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ കൂടെയുണ്ട്. അച്ഛാ, മക്കളുടെ പഠിപ്പിന്റെ ആവശ്യത്തിന് സിറ്റിയിലേക്ക് താമസം മാറിയിട്ട് കുറെ നാളായില്ലേ? ഇത്തവണത്തെ വിഷുവിന് ഞങ്ങളും വരുന്നുണ്ട് അങ്ങോട്ട്. പൊന്നണിയും കൊന്ന പൂക്കളിയായി തീരിക്കാവുകളെ കാലം പൂപ്പൊലിയായി മേടം പൊന്നണിയും കൊന്ന പൂക്കളിയായി തീരിക്കാവുകളെ കാലം പൂപ്പൊലിയായി ഹലോ ഹലോ, ചെട്ടിയാല മോനല്ലേ? ആ മോളൊന്ന് ചെട്ടിയാൽ ഇട്ട് കൊടുക്കണേ. എന്റെ അടുത്ത് തെറ്റ് പറ്റിക്കുന്നു ചെട്ടിയാലെ. അന്ന് നമ്മളെ പോക്കരാണതേ. കുട്ടികളെ വയറ്റുപേരിന് വേണ്ടി നമ്മളത് ചെയ്തു പോയതാണ്. നമ്മളിന്ന് നേരിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഡോക്ടറെ പോയിക്കാട്ട് ചെയ്യുക വേണേ പോക്ക നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരാ. ശ്യാമതീരങ്ങളിൽ പുതുകൗതുകം പൂത്തു പോക്കറ, നിന്റെ കണ്ണാടി ഒന്നും കണ്ട ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. നിങ്ങൾക്കൊന്നും കൃഷിയില്ല. ആ കണ്ണട കാണിപ്പേ, ഞാനിട്ട് കാണിച്ചു തരാം. ഇതിപ്പോ ഓനെ ആറടി ആടെ വെച്ചാണ് കണ്ണാടെ. ഇതും കൂടി എന്റെ സന്തോഷത്തിനാണ് വെച്ചോടിക്കുന്നത്.
കാരണം ഇത്ര നല്ല മനോഹരമായ നാടകം കണ്ടിട്ട് ഞാൻ കുറെ കാലമായി. നമ്മളിവിടെ നല്ലൊരു രീതിയിൽ നാടകം സംവിധാനം ചെയ്ത് അതിന്റെ കഥ തിരക്കഥ എഴുതിയ ഇവർക്ക് ഈ ടീമിന് വലിയ അടിച്ചുപോയി നാടകം. ഇവർക്ക് 2 വാക്കുകളോട് സംസാരിക്കാൻ വേണ്ടി ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ സുരേഷ് ഞാനപ്പിള്ളാവിനെ വിളിച്ചു. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ആരും ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇത്രയും നേരം കൂടെ നിന്ന നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ ഭാഗ്യം. ഇനിയും ഇതുപോലുള്ള ജീവിതയാത്ര വേളയിൽ ഞങ്ങളുടെ നാടകങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിനും എൻ്റെ അച്ഛനമ്മ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ നാടകത്തിൽ കാരണവത്തി, നമ്മൾ ബുദ്ധി എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയും, അതിമനോഹരമായി സൗണ്ട് തന്ന അണിയറയിലുള്ളൊരു മഹത് വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ സുപരിചിതനാവാം. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ പരിചയപ്പെടുന്നു. പള്ളിവേലുള്ള നമ്മളുടെ പപ്പയുടെ ബത്തേരിയിൽ ഒരു ലോഡിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹമാണ് നമ്മുടെ കാരണവത്തേക്ക് ഒരു ജീവൻ നൽകി അത്ര മനോഹരമായ ആ ഒരു സൗണ്ട് കൊടുത്തത്. ആ സൗണ്ട് കേൾക്കണ്ടേ? കേൾക്കണോ? കേൾക്കണോ? ഓക്കെ, എന്താ പറയണ്ട? ഹലോ, ഞാനൊരു കലാകാരനല്ല. സുരേഷ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, മുത്തശ്ശിയുടെ സൗണ്ട്. അപ്പം ഞാൻ ചെറുപ്പകാലത്തിൽ എൻ്റെ അമ്മയെ പറ്റിക്കായിരുന്നു. തൊട്ടടുത്തൊരു ബെന്നി ഉണ്ടായിരുന്നു. അപ്പോൾ ബെന്നി വന്ന് ഇങ്ങനെ ചെട്ടിച്ചാരേന്ന് വിളിക്കും. അപ്പോൾ അതേപോലെ ഞാൻ അമ്മേനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ചെട്ടിച്ചാരേന്ന് വിളിച്ചപ്പോൾ അമ്മ ഓടി വന്നിട്ട് ഈ 6 ദിവസം ബെന്നി ഒറിജിനലായിപ്പോയി, നീ കൂടാന്ന് പറഞ്ഞു അമ്മ. അതുപോലെയൊക്കെ പറഞ്ഞ് പറ്റിക്കൽ കൊണ്ടാണ് ഇതുപോലൊരു ചെറിയൊരു തമാശ കോമഡി ആക്കിയത്. ഈ പരിപാടി എന്തായാലും വളരെ ഭംഗിയായി, അത്രേ പറയാനുള്ളൂ. ഒരു നാടകത്തിലുള്ള ഡയലോഗ് ഒന്ന് കാച്ചി കൊടുക്കേ. ഞാനിപ്പോ എന്ത് പറയല് നിങ്ങളോട്? നിങ്ങളെ ഞാൻ കെട്ടി കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോ നമ്മുടെ അടുത്ത തുലാം 30 സംക്രമ ദിനത്തിന് നമ്മുടെ ഈ നാടകം അവതരിപ്പിക്കണമെന്ന് നമ്മുടെ മേഖലാ ചെയർമാൻ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ തുലാം 30-നുള്ള സംക്രമത്തിലേക്ക് ഈ നാടകത്തിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ മേഖലാ ചെയർമാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പിന്നെ അണിയറയിൽ ഒരു വലിയൊരു കലാകാരനുണ്ട്. നിങ്ങൾ നേരത്തെ വളരെ സുപരിചിതനാണ്. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. പിന്നെ നമ്മുടെ കോട്ടൂരിൻ്റെ ഒരു കോമഡി താരം കൂടിയാണ് നമ്മുടെ പഠിക്കുമ്പോൾ സത്യമാണ്. അദ്ദേഹമാണ് പോക്കറിൻ്റെ മനോഹരമായ ശബ്ദം നൽകിയത്. അദ്ദേഹത്തെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, ഞാൻ പോക്കറ്റിലുള്ള സൗണ്ട് കൊടുത്തത് ഞാനായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഡ്രൈവറും വേണ്ട, ഞാൻ എല്ലാവരും കൂടെ നടക്കുന്നതുകൊണ്ട് ഈ ഭാഷകളൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ അറിയിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വയ്യ, അപ്പോൾ ഞാൻ സംഭാഷണം എന്തായാലും കൊടുക്കാം. അങ്ങനെയാണ് പോക്കറ്റിലുള്ള കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ പടച്ചോനെ പല നാട്ടിൽ തിന്നണമെങ്കിൽ ഇന്ന ചെട്ടിയാര ഇങ്ങളെ ഒരേ തന്നെ. അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു കടപ്പാടുള്ള ഒരു വ്യക്തിയെ കൂടെ ഞങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ നാടക യാത്രയിൽ എപ്പോഴും ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയപ്രകാശ് ആചാര്യ വാളശ്ശേരി. ഞങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അദ്ദേഹത്തിന് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ എപ്പോഴും വരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രദീപ്, ഇവരാണ് ഞങ്ങളുടെ മേക്കപ്പ്. ഞങ്ങൾക്ക് വേണ്ട ഈ എല്ലാ നാടകങ്ങൾക്കും മേക്കപ്പ് തന്നത് പ്രകാശനാണ്. പ്രകാശനെ വളരെ സ്നേഹത്തോടെ. സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു വേദിയിലേക്ക് സുരേഷ് വിളിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഈ സന്ധ്യാവേളയെ ആനന്ദകരമാക്കിയ ഈ കൂട്ടായ്മയ്ക്ക്
എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ഇവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. എല്ലാവരിലും ഉറങ്ങിക്കിടക്കുന്ന ഒട്ടനവധി കലാസൃഷ്ടികളുണ്ട് എന്ന് പ്രമോജി പറഞ്ഞ പോലെ ഞാനും ഒന്നും കൂടി സ്മരിക്കുകയാണ്. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഈ നാടകം പോലെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ രഞ്ജിത്തിനും സുരേഷിനും സർവോപരി ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും എല്ലാവിധ ഭാവുകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.